ഈ കോട്ടയത്തെ വാഹനാപകടവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. രണ്ടുപേരാണ് ഈ വാഹനാപകടത്തിൽ മരിച്ചത്. കൊല്ലാട് സ്വദേശികളായ അർജുൻ, ജയ്മോൻ എന്നിവരാണ് മരിച്ചത്. ടോബി ജോൺസൺ ഇപ്പോൾ സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ടോബി, ഈ അപകടം സംബന്ധിച്ച് എന്തൊക്കെ വിവരങ്ങൾ ഇപ്പോൾ ലഭ്യമാകുന്നുണ്ട്? പ്രദേശവാസികൾ എന്തെങ്കിലും വിവരങ്ങൾ നൽകുന്നുണ്ടോ? വിശദാംശങ്ങൾ ടോബി. ക്രിസ്റ്റീന, ഉന്മേഷ്, ഇന്ന് പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ളവരൊന്നും ഇവിടെ അധികം പേരില്ലായിരുന്നു. ഇതുവഴി കടന്നുപോയ ആളുകളാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത്. എന്തായാലും നമുക്കിപ്പോൾ പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരമനുസരിച്ച് മൊത്തം 9 പേരാണ് ഈ അപകടത്തിൽപ്പെട്ടത്. അതായത് 2 വാഹനങ്ങളിലായി ഒരു ബൊലോറോയും പിക്കപ്പ് വാനും തമ്മിലാണ് കൂട്ടിയിടിച്ചത്. അതിൽ 9 പേരാണ് ഉണ്ടായത്. ഈ ബൊലോറോ വാഹനത്തിൽ 7 പേരുണ്ടായിരുന്നു എന്നുള്ളൊരു വിവരമാണ് പോലീസിൽ നിന്നും ലഭിക്കുന്നത്. അതിൽ ഒരാളുടെ നില ഇപ്പോൾ ക്രിട്ടിക്കലാണ്, വെന്റിലേറ്ററിലാണെന്ന് അറിയുന്നു. ബാക്കി 2 പേരാണ് മരിച്ചത്. ബാക്കിയുള്ള 5 പേർക്ക് നിസ്സാര പരിക്കുകളെ പറ്റിയിട്ടുള്ളൂ എന്നും പറയും. നമുക്ക് കാണാം, ആ ബൊലോറോ ജീപ്പിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ചിങ്ങവനം ഭാഗത്ത് നിന്ന് വന്ന വാഹനമാണ്. ആ വാഹനം ഈ പാലത്തിന് സമീപമെത്തിയപ്പോൾ, കോടിമത പാലത്തിന് സമീപമെത്തിയപ്പോൾ എതിർ ദിശയിൽ നിന്നും വന്ന പിക്കപ്പ് വാനുമായി കൂട്ടിയിടിച്ച് തലകീഴായി മറിയുകയായിരുന്നു. അങ്ങനെ മറിഞ്ഞതിനെ തുടർന്നാണ് ഇത്രയും വലിയ ഒരു അപകടം സംഭവിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം. ഈ പിക്കപ്പ് വാൻ ഓടിച്ച ഡ്രൈവർക്കും പരിക്കേറ്റിട്ടുണ്ട്. അദ്ദേഹത്തെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തായാലും അതിദാരുണമായിട്ടുള്ളൊരു സംഭവമാണ് ഇന്ന് രാവിലെ നടന്നത് എന്ന് വേണമെങ്കിൽ പറയാം. എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. നമുക്ക് ഇവിടെയുള്ള ചില നാട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് പ്രകാരം ഈ നിയന്ത്രണം നഷ്ടമായി ഈ വാഹനം, ഈ പിക്കപ്പ് വാഹനത്തിൽ ഈ ബൊലോറോ ഇടിച്ചു എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത്. പക്ഷേ എത്രത്തോളം ശരിയാണെന്നുള്ള കാര്യം നമുക്ക് അറിയില്ല. പക്ഷേ എന്തായാലും ഈ